ജനങ്ങൾക്ക് ആശ്വാസം പകർന്ന വികസനത്തിന്റെ പുതിയ പന്താവ് വെട്ടി തുറന്ന് മുന്നേറുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തെ കള്ളവാർത്തകൾ കൊണ്ട് നേരിടാനാണ് ഒരു പറ്റം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ശ്രമം. നേരിട്ട് നിന്ന് എതിർക്കാൻ കയ്യിൽ ആയുധങ്ങളില്ലാതാകുമ്പോൾ ഒളിപ്പോരാണ് പലർക്കും ആശ്രയം. ആ അവസ്ഥയിലാണ് നമ്മുടെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും. ഒരു ദിവസത്തിൻ്റെ ആയുസ് മാത്രമുള്ള വാർത്തകൾ ആയിരക്കണക്കിനിടങ്ങളിലേക്ക് ഷെയർ ചെയ്യപ്പെടുമ്പോൾ വിജയിച്ചുവെന്ന് കരുതുന്നവർക്ക് തെറ്റി. ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവർക്കറിയാം ആരാണ് ശരി, ആരാണ് അവർക്ക് വേണ്ടി നിൽക്കുന്നത് എന്ന്. ഈ വിഷയമാണ് ഇന്ന് ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെ ചമച്ച മറ്റൊരു വ്യാജ വാർത്ത കൂടി ലക്ഷ്യം പിഴച്ചു. കേരള, ഗോവ, പശ്ചിമ ബംഗാൾ ഗവർണർമാർക്ക് ഞായറാഴ്ച രാത്രി ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി അത്താഴ വിരുന്നൊരുക്കിയെന്നും എന്നാൽ ഗവർണർമാർ ക്ഷണം നിരാകരിച്ചു എന്നുമായിരുന്നു വാർത്ത. വാർത്ത നിഷേധിച്ച ഗോവ ഗവർണർക്ക് വേണ്ടി രാജ്ഭവൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതോടെ മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്ത പാളി. മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്ത ദിവസം എങ്ങനെ അത്താഴ വിരുന്ന് സംഘടിപ്പിക്കും എന്നതുപോലും മാധ്യമങ്ങൾ ചിന്തിച്ചില്ല എന്നതാണ് വസ്തുത. ഷീജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ വല്ലാതെ ആഘോഷിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നാണം കെട്ടു എന്ന് വരുത്തി തീർക്കുക എന്നതായിരുന്നു ഈ വാർത്തകളുടെ ആത്യന്തികമായ ഉദ്ദേശം. പക്ഷേ ഗോവ ഗവർണർ ഇക്കാര്യത്തിൽ ഉള്ളത് തുറന്നു പറഞ്ഞു. തന്നെ ആരും ക്ഷണിച്ചിട്ടുമില്ല, ഇങ്ങനൊരു വിരുന്നിൻ്റെ കാര്യം താൻ അറിഞ്ഞിട്ടുമില്ല എന്ന് ഗവർണർ പറയുകയാണ്. എന്താണ് ഷീജ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? തീർച്ചയായും ഷമി, കഴിഞ്ഞ ദിവസം വലിയ ആഘോഷമായിരുന്നു ദൃശ്യമാധ്യമങ്ങളിൽ. അതായത് ഞായറാഴ്ചത്തെ പകൽ ഈ വാർത്ത വെച്ച് ആഘോഷിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇതിൽ അവർ പ്രധാനമായും പറഞ്ഞത് മുഖ്യമന്ത്രി, അതായത് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഏപ്രിൽ 27-ാം തീയതി രാത്രി അത്താഴ വിരുന്ന് ഗവർണർമാർക്ക് വേണ്ടി ഒരുക്കിയെന്നും അത് 3 ഗവർണർമാർക്ക് വേണ്ടിയാണ് ഒരുക്കിയെന്ന് പറയുന്നത്. ഒന്ന് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, അതിനു പുറമെ മലയാളികളായ മറ്റ് 2 ഗവർണർമാർ, ഒന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മറ്റൊന്ന് പശ്ചിമ ബംഗാൾ ഗവർണറായിട്ടുള്ള CV ആനന്ദ ബോസ്. ഇവർക്ക് 3 പേർക്കുമായി അത്താഴ വിരുന്ന് ഒരുക്കി എന്നുള്ളതും അതിനൊപ്പം തന്നെ പക്ഷേ ഈ അത്താഴ വിരുന്നിൽ ഉള്ള ക്ഷണം, മുഖ്യമന്ത്രിയുടെ ക്ഷണം ഗവർണർമാർ നിരാകരിച്ചു എന്നുമായിരുന്നു പടച്ചുവിട്ട വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ ഈ വാർത്ത അങ്ങനെ ആ രീതിയിൽ വലിയ രീതിയിൽ ആഘോഷിക്കുമ്പോഴാണ് ഗോവ ഗവർണറുടെ രാജ്ഭവനിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നു, ഇത്തരത്തിൽ ഒരു അത്താഴ വിരുന്നിലേക്ക് തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ വ്യാജമാണ് എന്നുള്ള കാര്യം രാജ്ഭവനിൽ നിന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതോടുകൂടി തന്നെ മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്ത വ്യാജമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട കാര്യം, മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത് ഇത് ആദ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിരവധി ഉദാഹരണങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് എന്താണ് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. മുഖ്യമന്ത്രി ഇല്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഗവർണർമാർക്ക് അത്താഴ വിരുന്ന് ഒരുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസം രാവിലെ 10:15 ഇൻഡിഗോ വിമാനത്തിലാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്നും എറണാകുളത്തേക്ക് പുറപ്പെടുന്നത്. എറണാകുളത്ത് നമുക്കറിയാം, കശ്മീരിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട N രാമചന്ദ്രൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മുഖ്യമന്ത്രി. അങ്ങനെ രാവിലെ 10:15 ഇവിടെ നിന്നും പുറപ്പെട്ടു. അവിടെ എത്തി രാമചന്ദ്രൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം അവിടെ നിന്നും നേരെ ഇടുക്കിയിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. റോഡ് മാർഗം ഇടുക്കിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇടുക്കിയിലേക്ക് എന്തിനു പോയി എന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കേണ്ടതാണ്. ഇടുക്കിയിൽ സർക്കാരിൻ്റെ വാർഷിക പരിപാടിയാണ് ഇന്ന് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ രാവിലത്തെ ഉദ്ഘാടന പരിപാടി, അതോടൊപ്പം തന്നെ വൈകിട്ടത്തെ പൊതുസമ്മേളനം, ഈ 2 പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇടുക്കിയിലേക്ക് പോയത്. മുഖ്യമന്ത്രിയുടെ ഇടുക്കിയിലെ പരിപാടിയാകട്ടെ 1 മാസം മുൻപ് ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ് എന്നുള്ളതും ഇവിടെ ഓർക്കേണ്ടതാണ്. പക്ഷേ വാർത്ത നൽകിയവരാരും തന്നെ അക്കാര്യങ്ങൾ ഒന്നും തന്നെ പരിശോധിച്ചിട്ടില്ല. കാരണം എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇടുക്കിയിൽ രാവിലെ 10 മണിക്കുള്ള പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് തലേന്ന് തന്നെ മുഖ്യമന്ത്രി തലസ്ഥാനത്ത് നിന്ന് പുറപ്പെടും എന്നുള്ളത്
എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ പരിപാടി അങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. പക്ഷേ അതൊന്നും തന്നെ ഈ വാർത്ത നൽകിയ മാധ്യമങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഇന്നത്തെ പരിപാടിക്ക് ശേഷം നാളെ ഇനി കോട്ടയം ജില്ലയിലാണ് വാർഷിക പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്. അവിടുത്തെ പരിപാടിയിലും പങ്കെടുത്ത് നാളെ രാത്രിയോടുകൂടി മാത്രമേ മുഖ്യമന്ത്രി തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. ഈ കാര്യങ്ങളുടെ വസ്തുത ഇങ്ങനെയാണ് എന്നിരിക്കെയാണ് പൊടുന്നനെ ഒരു വാർത്ത ഒരു വിഭാഗം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്നും കൃത്യമായ രീതിയിൽ പടച്ചുവിട്ടതാണ് ഈ വാർത്ത എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ വ്യക്തമാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഗവർണർമാർക്ക് ഇത്തരത്തിലൊരു അത്താഴ വിരുന്നൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ പൊടുന്നനെ അതങ്ങനെ സംഘടിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തയാണ് ഇത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് ഗോവ ഗവർണറുടെ ഓഫീസിൽ നിന്നും, അതായത് രാജ്ഭവനിൽ നിന്നും ഔദ്യോഗികമായി ഇറക്കിയ വാർത്താക്കുറിപ്പിലൂടെ തന്നെ പൊളിഞ്ഞിരുന്നു. പക്ഷേ അതിനൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ഈ വസ്തുതകൾ കൂടിയാണ്. ഷമി. തീർച്ചയായും ഷീജ, ഈ വിഷയത്തിൽ നമ്മൾ കാണാതെ പോകാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ, SFIOയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ ഇതുപോലെ ഡൽഹിയിൽ വെച്ച് രാജേന്ദ്ര ആർലേക്കറെ മുഖ്യമന്ത്രി കാണുക, അവിടെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ എത്തുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു അന്വേഷണത്തെ അട്ടിമറിക്കാൻ, കേന്ദ്രത്തിൻ്റെ പ്രീതി നേടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു, അതാണ് ഈ കൂടിക്കാഴ്ചയുടെ പിന്നിൽ എന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു പരിശ്രമം അന്ന് നടന്നിരുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കൂടുതൽ അന്വേഷണങ്ങളും മറ്റുമായിട്ട് മുന്നോട്ട് പോവുകയും കുറ്റപത്രമടക്കം നൽകുന്ന തലത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പാളിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ അത് ഉറപ്പിക്കാൻ, ഞങ്ങൾ പറഞ്ഞതൊക്കെ വളരെ കൃത്യമായിരുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ 3 ഗവർണർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വാർത്ത സമൂഹത്തിലേക്ക് പറഞ്ഞു വിടുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് ഒരിക്കൽ കൂടി സ്ഥാപിക്കുക എന്ന വളരെ ഗൂഢമായ ഒരു ലക്ഷ്യവും ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ട്. ഷീജ, തീർച്ചയായും അതൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത് ഷമി. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് BJPയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് പല കോണിൽ നിന്നായി പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഒരു ഘട്ടത്തിലും അവരുടെ ആ ഒരു പ്രചരണങ്ങൾ ലക്ഷ്യം കാണാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പ്രചരണത്തിന് തുടക്കം കുറിച്ചവർക്ക് ഏറ്റ വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. അത് ഇപ്പോഴും അവർ തുടരുന്നു, അവരുടെ ആ ശ്രമം അത് ഇപ്പോഴും അവർ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയിൽ നിന്നും വ്യക്തമാകുന്നത്. അല്ലാത്ത പക്ഷം അതിൻ്റെ വസ്തുതകൾ പോലും പരിശോധിക്കാതെ ഒരു പൊടുന്നനെ ഒരു വാർത്ത ഒരു വിഭാഗം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു, അത് എല്ലാത്തിലും ഒരേ രീതിയിൽ വരുന്നു എന്നുള്ളതൊക്കെ തന്നെ അതിൻ്റെ ഒരു നേർചിത്രം തന്നെയാണ് കാണിച്ചു തരുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചതല്ല മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ അതൊക്കെ തേച്ചു മായ്ച്ചു കളയാൻ മുഖ്യമന്ത്രിക്ക് BJPയുടെ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പല കോണിൽ നിന്നായി നേരത്തെ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഷീജ, നേരത്തെ ഷീജ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. മുഖ്യമന്ത്രിയുടെ പരിപാടി തലേദിവസം തീരുമാനിക്കുന്നതല്ല. മാസങ്ങൾക്ക് മുൻപ് തന്നെ വാർഷികവുമായി ബന്ധപ്പെട്ട് 4ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റുകൾ അടക്കം തീരുമാനിക്കുകയും ഓരോ പരിപാടികളും ചാർട്ട് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അതുപോലെ തന്നെയാണ് ഗവർണർമാരുമായും, പ്രത്യേകിച്ചും ഗവർണർ, രാഷ്ട്രപതി എന്നിവരെ പരിപാടിക്ക് വിളിക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ, അതായത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന്, അതിൽ പങ്കെടുക്കാൻ ഗവർണർക്ക് താല്പര്യമുണ്ടോ എന്നും ആദ്യം തന്നെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ഓഫീസിൽ നിന്ന് അന്വേഷിക്കും. അതിൽ പങ്കെടുക്കാൻ അസൗകര്യമില്ല എന്ന് അറിയിച്ചാൽ മാത്രമാണ് പിന്നീട് ഔദ്യോഗികമായ ഒരു ക്ഷണം ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വാർത്തയിൽ പറയുന്നത് മുഖ്യമന്ത്രിയും ഭാര്യയും എല്ലാം കൂടി പോയി ക്ഷണിച്ചു എന്നുള്ളതാണ്. കല്യാണത്തിന് എന്തോ വിളിക്കുന്ന മട്ടിലാണ് ഈ വാർത്ത വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചട്ടമുണ്ട്, രീതിയുണ്ട്, ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു തലം കൂടി അതിലുണ്ട്. ഷീജ.
തീർച്ചയായും ഷമി, അതായത് ഇപ്പോൾ ഒരു ഗവർണറെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പോലും ഇവിടെ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ പുറത്തു വന്ന ഈ ഒരു വാർത്തയിലൂടെ വ്യക്തമാകുന്നത്. അത് വ്യാജ വാർത്തയാണ് എന്ന് കൂടുതൽ ആഴത്തിൽ വ്യക്തമാക്കുന്നതും അക്കാര്യങ്ങൾ തന്നെയാണ്. അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടി തീരുമാനിക്കുന്ന കാര്യത്തിലും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മുഖ്യമന്ത്രിയുടെ ഈ വാർഷിക പരിപാടികൾ ഓരോ ജില്ലയിലും തീരുമാനിച്ചിരുന്നത് അത് ഏകദേശം ഒരു മാസം മുൻപാണ് അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിന് പ്രകാരം ഇടുക്കിയിൽ ഇന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇടുക്കിയിൽ ഇന്ന് രാവിലെ ഇവിടെ നിന്നും ഉടനടി എത്തിച്ചേരാൻ സാധിക്കുകയില്ല. റോഡ് മുഖാന്തരമാണ് പോകേണ്ടത്. അപ്പോൾ തലേന്ന് തന്നെ മുഖ്യമന്ത്രി ഇടുക്കിയിലെ പരിപാടിക്ക് പോകും എന്നുള്ളത് അതെല്ലാം മുന്നേ ചാർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി ഇല്ലാത്ത ദിവസം ഇവിടെ മുഖ്യമന്ത്രി അത്താഴ വിരുന്ന് ഒരുക്കി. അത് 3 ഗവർണർമാരെ ക്ഷണിച്ചിരുന്നു. 3 ഗവർണർമാർ പക്ഷേ ആ ആവശ്യം നിരാകരിച്ചു എന്ന രീതിയിൽ ഒരു വാർത്ത വരുമ്പോൾ എന്താണ് ഒരു ഗവർണറെ ക്ഷണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോട്ടോകോൾ എങ്ങനെയാണ് ക്ഷണിക്കുന്നതിനുള്ളത് എന്നതുപോലും പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് ഈ പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഇതിൻ്റെ പ്രോട്ടോകോളോ വസ്തുതയോ അല്ല ഈ വാർത്തകൾ പുറത്തു വരുന്നതിന് ഇടയാക്കിയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ BJP-യുമായി കൂട്ടിച്ചേർക്കുക, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് BJP-യുമായി ഒരു അടുപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അത് മാത്രമാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നതും ഇതിൽ നിന്നും വ്യക്തമാവുകയാണ്. പക്ഷേ ഇവർ പ്രതീക്ഷിച്ചില്ല ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇത് സംബന്ധിച്ച് ഒരു വസ്തുത തുറന്നു പറയുമെന്ന്. തങ്ങൾ എഴുതിവിടുന്ന വാർത്തകൾ അതുപോലെ അങ്ങ് ജനങ്ങൾ വിശ്വസിക്കും എന്ന പ്രതീക്ഷിച്ച സ്ഥലത്താണ് ഗോവ ഗവർണർ വളരെ കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല. അതുമാത്രവുമല്ല, പ്രതിപക്ഷ നേതാവിനോടും അദ്ദേഹം ഒരു ഉപദേശം നൽകി. നമ്മൾ ഒരു രാഷ്ട്രീയമായ എതിര് ഉണ്ട് എങ്കിൽ പോലും ഒരു ശത്രുതയില്ല എന്നുള്ള തിരിച്ചറിവ് പ്രതിപക്ഷ നേതാവിന് വേണം എന്നുകൂടി ഗോവ ഗവർണർ പറഞ്ഞിട്ടുണ്ട്. ഷീജ, തീർച്ചയായും ഗോവ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം വന്ന അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്തകൾ കൃത്യമായ രീതിയിൽ വ്യാജമാണെന്ന് പുറം ലോകത്തിന് കൂടുതൽ വ്യക്തമാകുന്നത്. കാരണം അതിൽ അദ്ദേഹം കൃത്യമായ രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് തനിക്ക് ഇത്തരത്തിലൊരു ക്ഷണം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അത്താഴ വിരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ ഒരു വാർത്ത വന്ന ഉടനെ തന്നെ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് പൊടുന്നതിനെ പ്രതികരിക്കുന്നു, മുൻ പ്രതിപക്ഷ നേതാവ് പൊടുന്നതിനെ പ്രതികരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വരാൻ വേണ്ടി കാത്തിരുന്നത് പോലെയായിരുന്നു അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഗോവ ഗവർണറുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ഉണ്ടായത് എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നന്ദി ഷീജ പ്രതികരിച്ചതിന്. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ കൂടി ചേരുകയാണ്. ശ്രീ ജയചന്ദ്രൻ, കഴിഞ്ഞ ഒരു 3 ദിവസമായി വന്നിട്ടുള്ള 2-3 വാർത്തകൾ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കൃഷി വകുപ്പിന് ലോകബാങ്ക് നൽകിയ 140 കോടി രൂപ സർക്കാർ വകമാറ്റി. ട്രഷറിയിൽ നിന്ന് ഏതാണ്ട് 700 കോടി രൂപ കാണാനില്ല. ലൈഫ് മിഷനിൽ നിന്ന് 136 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചു. ഇങ്ങനെ ഓരോ ദിവസവും ഇതുപോലെ ഇങ്ങനെ വാർത്ത വരികയാണ്. ആ കൂട്ടത്തിലാണ് ഗവർണർമാരുടെ വിരുന്നിൻ്റെ വാർത്തയും വരുന്നത്. ഈ വാർത്തകൾക്കൊക്കെ ഈ പറയുന്നത് പോലെ എന്തടിസ്ഥാനമാണ് ആരും നിഷേധിക്കുന്നില്ല. ഇന്ന് പിന്നെ ധനമന്ത്രി ഈ വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. മന്ത്രി P പ്രസാദും വിഷയത്തിൽ പ്രതികരിച്ചു. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വാർത്തകൾ. സർക്കാരിൻ്റെ 4ാം വാർഷികം നല്ല രീതിയിൽ സംസ്ഥാനത്ത് നടക്കുകയാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഓരോ വേദിയിലും പറയുന്നുണ്ട്, മന്ത്രിമാർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു നിഴൽ യുദ്ധം അതാണിപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ നമ്മുടെ ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും. അതിൽ തന്നെ അതിലൊക്കെ ഒന്ന് ഏറ്റെടുക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പ്രതിപക്ഷം. വെറുതെ ഒരു പ്രസ്താവന നടത്തി അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിലൊന്നും വലിയൊരു സമരം 2021 പോലെ ഏറ്റെടുക്കാനൊന്നും ഇപ്പോൾ പ്രതിപക്ഷം മെനക്കെടുന്നില്ല. കാരണം അന്ന് ഉന്നയിച്ച സ്വർണത്തിൻ്റെയും പിന്നെ ഖുറാൻ്റെയും ഒക്കെ കാര്യങ്ങൾ ജനങ്ങൾ മറന്നിട്ടില്ലല്ലോ. ജയചന്ദ്രൻ, അതേസമേ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ വിവിധ ചാനലുകളിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ പോയി ചർച്ചയിൽ പങ്കെടുക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുഖ്യമന്ത്രിയെ മാത്രം, അല്ലെങ്കിൽ പലപ്പോഴും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു അറ്റാക്ക് ബോധപൂർവം നടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്.
പിന്നെ ഇതിന്റെ ഇന്നത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ വാർത്തകളുടെ അതിന് മുൻപ് ഒരു മാസം മുൻപ് ആണ് വേറൊരു പുതിയ തുടക്കം, പുതിയൊരു വാർത്ത ഒരു ദിവസം ചർച്ചയ്ക്ക് വരുന്നത് ഷമീം. അത് ഈ മാസം 23-നായിരുന്നല്ലോ AKG സെന്ററിന്റെ പുതിയ AKG സെന്ററിന്റെ ഉദ്ഘാടനം. അതായിരുന്നു പിന്നെ ഈ മാസം ആദ്യം ഒരു ദിവസം ചർച്ചയ്ക്ക് എടുത്ത വിഷയം. എന്നെ വിളിച്ചിരുന്നു ആ ചർച്ചയ്ക്ക്, മനോരമയിലാണ്, ഞാൻ പോയി. അപ്പം അവരുടെ ആക്ഷേപം ഈ AKG സെന്റർ ഉദ്ഘാടനത്തിന് നിശ്ചയിച്ച ഏപ്രിൽ 23 എന്ന് പറഞ്ഞ 10-ാം ഉദയത്തിന്റെ ദിവസമാണത്രേ. അതുകൊണ്ട് ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ടാണത്രേ മുഖ്യമന്ത്രി പിന്നെ ഈ 23-ാം തീയതി ഡേറ്റിൽ തന്നെ AKG സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ ഡേറ്റ് കൊടുത്തത്. അതാണ് ചർച്ചാ വിഷയം. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പറയണം. എന്നിട്ട് ഇപ്പൊ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഈ 10-ാം ഉദയത്തിന്റെ കാര്യം പറയുന്നത്, മുഖ്യമന്ത്രിയുടെ പരിപാടി ഇപ്പോ നിങ്ങൾക്ക് നടത്തണം, ഒരു പരിപാടി നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ച്. നിങ്ങൾ 1.5 മാസം മുമ്പെങ്കിലും ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരുന്നാലേ അദ്ദേഹത്തിന് ഡേറ്റ് തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പോലും ആദ്യം അറിയാൻ പറ്റും. പിന്നീടാണ് വരുന്ന കാര്യവും മറ്റ് വിശദാംശങ്ങളും ഒക്കെ ഉള്ളത്. അതൊന്ന്. ഈ പ്രശ്നത്തിൽ ഈ നിങ്ങൾ പറയുന്ന 23-ാം തീയതി, ഏപ്രിൽ 23 പറയുന്ന ആ തീയതി എന്നെ സംബന്ധിച്ച്, പൊതുവിൽ ഈ വായനാശീലമുള്ള മലയാളികളെ സംബന്ധിച്ചും അത് ലോക പുസ്തക ദിനമാണ്. അത് പക്ഷെ നിങ്ങളെപ്പോലൊരു ചാനലിന്, വലിയൊരു മീഡിയ ഹൗസിന് എന്തേ അത് ഓർമ്മയിൽ വന്നില്ല? അതാണല്ലോ ആദ്യം ഓർമ്മയിൽ വരേണ്ട ഒരു ദിനം, അന്താരാഷ്ട്ര പുസ്തക ദിനമാണെന്ന് എന്നുള്ളതാണല്ലോ ഓർമ്മയിൽ വരേണ്ടത്. എനിക്കതാണ് ആദ്യം ഓർമ്മയിൽ വന്നത്. ആ ഡേറ്റിൽ ഒരു വിവാദം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ളതാണ് ആ ദിനം എന്നുള്ളത്, പല ദിനങ്ങളെയും പോലെ. പക്ഷെ അത് ഒരു വലിയ മീഡിയ ഹൗസിന് എന്തേ വന്നില്ല? അപ്പൊ അതിന്റെ അത് രാഷ്ട്രീയ താല്പര്യമാണല്ലോ പെട്ടെന്ന് തന്നെ വെളിവാകുന്നത്. എന്നിട്ട് അതിന്റെ കൂട്ടുകെട്ടുന്നത് എങ്ങോട്ടാണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെട്ടു, അത് തിരിച്ചു പിടിക്കാനായി 10-ാം ഉദയം കണക്കാക്കുന്നു, മുഖ്യമന്ത്രി ഡേറ്റ് കൊടുക്കുന്നു. എത്ര ആസൂത്രിതമായിട്ടാണ് കുൽസിത നീക്കം നടത്തുന്നതിന്റെ എല്ലാ തരത്തിലുള്ള ആസൂത്രണ മികവോടും കൂടി അവതരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതിലേതായാലും ദൗർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു കെണി നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്ന് അന്താരാഷ്ട്ര പുസ്തക ദിനമാണ് എന്നുള്ളത്. ആ ദിവസം, അന്നല്ല ഇന്നല്ല അന്ന് എന്ന് പറയുകയും ചെയ്തു. അതോടുകൂടി പിന്നെ ആ ചർച്ചയ്ക്ക് വലിയ കൊഴുപ്പില്ലാതെ പോയി. അത് അങ്ങനെയുള്ള ഓരോ സംഭവ വികാസങ്ങൾ. ഇപ്പൊ ഈ പുതിയ സംഭവം ഗോവ ഗവർണറുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ മുതൽ ഈ പ്രശ്നം വരുമ്പോ, ഇന്നലെ രാത്രി എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്ന മീഡിയ വണ്ണായിരുന്നു ഷമീം, ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാനായിട്ട്. അപ്പൊ ഞാനത് ആദ്യം നമുക്ക് അതിന്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി അതാണല്ലോ ആദ്യം നമ്മൾ ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. ആദ്യം ഗോവ ഗവർണറുടെ ഓഫീസുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അപ്പോഴാണ് അവർ അറിയുന്നത് ഇങ്ങനൊരു സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് തന്നെ. ഇതൊരു വിവാദമാണെന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടെന്നോ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ള വിവരം അപ്പോഴാണ് അവിടെ അറിയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, ഞാൻ ആ പേരൊന്നും പറഞ്ഞാൽ ശരിയില്ല, അദ്ദേഹം പറയുന്നില്ല, അവരറിയുന്നത്. ബംഗാൾ ഗവർണറുടെ ഓഫീസ് പറഞ്ഞ ഗവർണർ ഏതായാലും ഒരു പരിപാടിക്കും വരുന്നില്ല, ഗവർണർക്ക് അത്തരത്തിലുള്ള ഇൻവിറ്റേഷനും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് സുഖമില്ല, അതുകൊണ്ട് പിന്നെ ആ തരത്തിലേ പ്രതികരിക്കാൻ പറ്റൂ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ ഇവര് കുറെ കൂടെ വളരെ ഉത്തരവാദിത്തോടെയാണ് പ്രതികരിച്ചത്. അങ്ങനെയല്ലല്ലോ സാധാരണയിൽ, അങ്ങനെയല്ലല്ലോ വരേണ്ടത്. പിന്നെ CM-ന്റെ ഓഫീസിൽ നിന്ന് താങ്കൾ തന്നെ ഇപ്പൊ ഷമീദിനെ സൂചിപ്പിച്ചതുപോലെ ആദ്യം വരുന്നത് ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാൻ പിന്നെ ഹിസ് എക്സലൻസിക്ക് താല്പര്യമുണ്ടോ എന്നത് അന്വേഷിക്കും. അങ്ങനെ താല്പര്യമാണ്, ഡേറ്റ് പറയും, സമയം പറയും, അദ്ദേഹത്തിന് താല്പര്യം, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഫോർമലായിട്ടോ ഇൻഫോർമലായിട്ടോ ഔപചാരികമായിട്ടോ അനൗപചാരികമായിട്ടോ ജയചന്ദ്രൻ, ഇതില് ഉണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോ അങ്ങനെ ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമല്ലല്ലോ. ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അത് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഇമേജിനെ ഒന്ന് ടാർണിഷ് ചെയ്യണം. അതിനിപ്പോൾ തെളിവും ഒന്നും വേണ്ടല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന പേന മാത്രം മതിയല്ലോ. അതാണല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാർത്തകളുടെ കൂട്ടത്തിൽ വരുന്നതല്ലേ, കഴിഞ്ഞ ദിവസം വീണ മൊഴി കൊടുത്തു, സേവനം നൽകാതെ പണം പറ്റി എന്ന് മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. ആധികാരികമായ രേഖയാണ്. നാളെ ആ രേഖ വെളിയിൽ വരുമെങ്കിൽ, അല്ലെങ്കിൽ അത് പുറത്തു വരുമ്പോൾ വളരെ കൃത്യമായും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എന്നിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് വാർത്തകളെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനും
തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ 4ാം വാർഷികത്തിൽ എത്രയൊക്കെ വാർത്തകൾ പടച്ച് വിടാം എന്നുള്ളതാണ്, അല്ലാതെ അതിന് എന്ത് തെളിവുകൾ വേണം അല്ലെങ്കിൽ അതിൽ എന്ത് വസ്തുതകൾ വേണം എന്നുള്ളത് ഈ വാർത്ത പടച്ച് കൊടുക്കുന്നവരെ സംബന്ധിച്ച് ഒട്ടും പ്രശ്നമല്ല. അവരൊട്ടും ബോധേഡാവുന്നില്ല. അത് ഒരു ദിവസത്തെ ആയുസ് മതി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ട്രഷറിയിൽ നിന്ന് 700 കോടി രൂപ കാണാനില്ല എന്ന വാർത്തയുടെ ലിങ്ക് നോക്കുമ്പോൾ ഏതാണ്ട് 800ഓ 900ഓ ഷെയർ ആ വാർത്തയ്ക്ക് വന്നിട്ടുണ്ട്. അത്രമാത്രമേ അവരുദ്ദേശിക്കുന്നുള്ളൂ. പറ്റിക്കപ്പെടാൻ പറ്റുന്നവരെ പറ്റിക്കുക, അത്രയേ ഉള്ളൂ. അതെ, ബോധപൂർവമായി ഇത്തരത്തിലുള്ള അപമാനിക്കൽ, കരിവാരിത്തേക്കൽ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നാൽ എവിടെയെങ്കിലും ഒരു പറ്റം ആൾക്കാരെങ്കിലും വിശ്വസിച്ചാലോ അത് മതി. അതുകൊണ്ടാണ് ഇന്നലത്തെ നമ്മുടെ ഈ ഗവർണർ വിഷയത്തിലുള്ള വാർത്തയിൽ തന്നെ പ്രത്യേകമായി തിരികെ കയറ്റാൻ ഒരു കാര്യം ശ്രമിച്ചു വാർത്ത കൊടുത്തവർ. അതായത് പിന്നെ ഈ വീണയുടെ കാര്യം പറഞ്ഞല്ലോ, ആ കേസുമായി, ടെക്നോളജി കേസുമായി ബന്ധപ്പെട്ടതല്ല എന്ന് ഇത് വായിക്കുന്നവർക്കും ചാനൽ വാർത്ത കേൾക്കുന്നവർക്കും തോന്നിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു. എന്താണത്? 2 ആഴ്ച മുമ്പാണത്രേ ഈ ക്ഷണം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. അത് കേരള രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രിയും ഭാര്യയും നേരിട്ടാണ് എത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർമാരെ വിരുന്നിന് ക്ഷണിച്ചു, അവർ ആ ക്ഷണം നിരസിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ ചില മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ വാർത്ത നിഷേധിച്ച് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് വേണ്ടി രാജ്ഭവൻ വാർത്താക്കുറിപ്പിറക്കി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ തുടരുകയാണ്. ജയചന്ദ്രൻ, ഈ ഒരു വാർത്താക്കുറിപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വാർത്തയെ എങ്ങനെ നിഷേധിക്കാൻ കഴിയുമായിരുന്നു? ഈ വാർത്താക്കുറിപ്പ് അത് മാത്രം പോരാ ഷിമ്മി, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത്. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള മറ്റൊരു മോട്ടീവ് ഉണ്ട്. അത് ഞാൻ നേരിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല, അല്ലെ വിമർശനം ഉന്നയിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, കേരള രാജ്ഭവനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ ഈ ഒരു കുപ്രചാരണത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇതിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ഇടവരുന്നു. അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞത്, അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഗോവ രാജ്ഭവനുമായിട്ട്. അപ്പോഴാണ് അവർ ഈ വിവരം അറിയുന്നത്. ഈ നിഷേധക്കുറിപ്പൊക്കെ പിന്നീടാണ് വരുന്നത് അവരുടെ. സ്വാഭാവികമായിട്ട് അന്വേഷിക്കുമല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെയാണ് പിന്നീട് നിഷേധക്കുറിപ്പിന്റെ ഒക്കെ ഭാഗത്തേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ എന്തിനു ചെയ്തു? ഇവിടെ ഞാനീ പറഞ്ഞതുപോലെ കേരള രാജ്ഭവനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ മിനിമം ഷമ്മിക്കൊക്കെ ഊഹിക്കാൻ പറ്റും ആരൊക്കെയാണ് അതിന്റെ പിന്നിലുള്ളതെന്നുള്ളത്. ആ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് പ്രശ്നം ഇത് തന്നെയാണ്. താങ്കൾ സൂചിപ്പിച്ചല്ലോ എക്സാലോജി കേസ്, പിന്നെ ഇവരുടെ കുറ്റപത്രം, SFIയുടെ കുറ്റപത്രം, ഇതൊക്കെ കൂടുതൽ ആഴത്തിൽ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഏതൊക്കെ കുതന്ത്രങ്ങളുണ്ടോ അവർ വിചാരിക്കുന്ന അജണ്ടകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇത്തരം ഓരോരോ പദ്ധതികളിലൂടെയും എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് ചിന്തിച്ച് ഉറപ്പിച്ച് ഇത്തരം പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ഇത് ഈ SFIയുടെ കേസിൽ, എക്സാലോജിക്കിന്റെ കേസിൽ പിന്നെ ആർക്കും വ്യക്തമായിട്ട് ആ കേസ് പഠിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാവും ഒന്നും ചെയ്യാൻ കഴിയില്ല ആ കേസിൽ നിന്നുള്ളത്. അത് 2 പിന്നെ കമ്പനികൾ തമ്മിലുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റിൽ AMC കരാറിൽ പിന്നെ എത്ര സർവീസ് കൊടുത്തു എത്ര കൊടുത്തില്ല എന്ന് സ്കെയിൽ വെച്ച് അളക്കാനൊന്നും ഒരു കോടതിക്കും പിന്നെ ചെയ്യില്ല. അങ്ങനെ അത്തരം ഒരു സ്കെയിലിന്റെ ഏർപ്പാടും ഇത്തരം കേസുകൾ ഉണ്ടാവുകയുമില്ല. അത് പിന്നെ സുവിദിതമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ പ്രചാരണം നടത്തുമ്പോൾ അതൊന്നും അല്ല പ്രശ്നം. എക്സാലോജിക്ക് സർവീസ് കൊടുത്തില്ല എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണല്ലോ അടിസ്ഥാന മൊഴി. അല്ല, അങ്ങനെ ഉദ്യോഗസ്ഥൻ പറയുന്നതല്ല എടുക്കുന്നത്. ആ 2 ഒരു കൺസൾട്ടൻസി 2 കമ്പനികൾ തമ്മിലാണ്. അപ്പൊ അത് ആരൊക്കെയാണ് ഒപ്പിടുന്നത് അവർക്കാണ് ക്ലെയിം ഉണ്ടാവേണ്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശശിധരൻ കർത്തായ്ക്ക് പിന്നെ വീണയ്ക്ക് 2 പേർക്കാണ് ക്ലെയിം ഉണ്ടാവേണ്ടത്, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും. ആ ക്ലെയിമാണ് കോടതി പരിശോധിക്കുക. 2 പേർക്കും അങ്ങനെ ക്ലെയിം ഇല്ല, സർവീസ് കിട്ടിയിട്ടില്ലെന്നോ പണം കിട്ടിയിട്ടില്ലെന്നോ അത്ര ഒരു ക്ലെയിമേ ഇല്ല. പിന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അതിന്റെ പൊളിച്ചടുക്കിയിട്ടുണ്ട് ആര്?
പിന്നെ നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ബാബു ഈ കുഴൽനാടൻ കൊടുത്ത കേസിൽ വ്യക്തമായും പറയുന്നുണ്ട്, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ അതിനാധാരമായി അയാളുടെ എന്തെങ്കിലും മൊഴി എഴുതി വാങ്ങിച്ച് ഇതാണ് തെളിവെന്ന് പറഞ്ഞാലോ അംഗീകരിക്കാനേ കഴിയില്ല എന്ന് വ്യക്തമായി ജസ്റ്റിസ് പറയുകയാണ് 59 പേജുള്ള വിധിന്യായത്തിൽ. അതൊക്കെ അവിടെ നമുക്കത് വായിക്കാം, ആ വിധിന്യായത്തിൽ വായിക്കാം. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും പറയാവുന്ന ഒരു കാര്യം, അതെവിടെയും തെളിവായിട്ട് എടുക്കുകയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർട്ടിക്ക് വേണ്ടി കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ആ ചോദ്യം ഒരു മാധ്യമവും ചോദിക്കുന്നില്ല. എന്താണ് ചോദിക്കേണ്ടത്? നിങ്ങൾ എത്ര രൂപ വാങ്ങിച്ചു? അത് പണമായിട്ടാണോ വാങ്ങിച്ചത്? ത്രൂ ബാങ്ക് അക്കൗണ്ട് ആണോ വാങ്ങിച്ചത്? നിങ്ങളെപ്പോലെ ആരൊക്കെയാണ് പാർട്ടിക്ക് വേണ്ടി പണം വാങ്ങിച്ചത്? അതിൻ്റെ അകത്ത് OC എന്ന് പേര് കാണുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് കിട്ടിയത്? അത് പറയണ്ടേ? അതുപോലെ ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി, അതുപോലെ ഇബ്രാഹിം കുഞ്ഞ്, ഇവരുടെയൊക്കെ ചുരുക്കപ്പേരുകളുണ്ടല്ലോ, അവരൊക്കെ പൈസ വാങ്ങിച്ചെങ്ങനെയാണ്? പിന്നെ അതിൽ തന്നെ പറയുന്ന മറ്റൊരു സംഗതിയുണ്ട്, മാധ്യമ സ്ഥാപനങ്ങൾ, അത് ആരൊക്കെയാണെന്നുള്ളത് അന്വേഷിക്കേണ്ടത്. ശ്രീ ജയചന്ദ്രൻ, താങ്കൾ ഇപ്പോഴും ഈ വാർത്തകളുടെ ഒരു ഒതന്റിസിറ്റിയാണ് വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു സാധനമില്ല എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വാർത്തയെ സമീപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് കുറച്ച് ചാണകം വാരി എറിയാൻ നോക്കുക, പറ്റുമെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ദേഹത്തത് വീഴട്ടെ എന്ന് കരുതി ചെയ്യുന്നതാണ്. അല്ലാതെ ഈ വാർത്തയൊക്കെ എന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ. ഖുറാനിലെയും ബിരിയാണി ചെമ്പും പിന്നീട് ഇങ്ങനെ ഓരോ ദിവസവും കുരുക്കുമുറുക്കി വന്നപ്പോഴാണല്ലോ 99 സീറ്റ് മേടിച്ച് 2021 വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാവുന്നത്. അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുണ്ടാകുമെന്നേ. അപ്പോൾ സ്വാഭാവികമായും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ അടിച്ച് വിടുക എന്നുള്ളതാണ്. തിരികെ എത്താം, ഇടവേള. ശ്രീ ജയചന്ദ്രൻ തുടരുകയാണ്. ജയചന്ദ്രൻ, ഇത് ഇനി കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇതിനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അതുവരെയും ഇതിങ്ങനെ വളരെ ശക്തിയോട് തന്നെ മുന്നോട്ട് പോകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഷമി, ഇത് ഇങ്ങനെ വെറുതെ വാരി വിതറിക്കൊണ്ടിരിക്കുക മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് പൊസിഷൻ എടുത്ത് വസ്തുതകൾ പറയാൻ അക്കാര്യത്തിൽ കൈരളിയൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ വസ്തുതകൾ പറയാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരുന്നു എന്നതുകൂടെ ആലോചിക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മൾ ഇതൊരു ഡിഫൻസിന്റെ പ്രശ്നമല്ല, നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, വസ്തുതാപരമായി എന്താണ് എന്നുള്ളത് തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. ആ തുറന്നു കാണിക്കൽ ഇനിയും വേണ്ടി വരും. മറ്റൊരു ഉദാഹരണം പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് മിനിഞ്ഞാന്നത്തെ ഒരു കാര്യമാണ്. അത് ഇന്ന് ചർച്ചയിലേക്ക് പതുക്കെ അടുപ്പിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. അതിനും എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാനത് അന്വേഷിച്ചിട്ട് എന്നെ ഒരു ചർച്ചയ്ക്കാണ് വിളിച്ചത്. അപ്പൊ ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞു. പ്രശ്നം ഇതാണ്, മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകളുടെ കുട്ടിയും കൂടി വിഴിഞ്ഞം പോർട്ടിൽ സന്ദർശനത്തിനെത്തി മീറ്റിംഗിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും മകളും മകളുടെ മകനും പങ്കെടുത്തു. ഇത് നിയമവിരുദ്ധമായ നടപടിയാണ്. അതിനാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. ഞാൻ പറഞ്ഞാൽ വിവരം അന്വേഷിക്കട്ടെ. വിവരം അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് അറിയാമോ? പ്രധാനമന്ത്രി 2-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണല്ലോ. അപ്പൊ അതിന്റെ മുന്നൊരുക്കങ്ങൾ പരിശോധിക്കാനുള്ളത് വകുപ്പ് മന്ത്രി ചെയ്താൽ മതി. പക്ഷെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും മുമ്പിൽ നിന്ന് നയിക്കുന്നയാളാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ അദ്ദേഹം അവിടെ പോയി. അവിടെ പെർമിഷൻ എടുത്ത് നമുക്ക് ആർക്കും അവിടെ ചെല്ലാം, അവിടെ കാണാം. അങ്ങനെ ചെല്ലുമ്പോൾ കാണാൻ എത്തുന്നവർക്ക് വേണ്ടി, താല്പര്യമുള്ളവർക്ക് വേണ്ടി അവർ പ്രസന്റേഷൻ നടത്താറുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ. ആ പ്രസന്റേഷൻ ഇവിടെയും നടത്തി. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയും ഭാര്യയും മകളും കൊച്ചുമകനുമുള്ള അവരെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ മന്ത്രി വാസവനുണ്ട്, വീണ ജോർജ് ഉണ്ട്, മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവർ മീറ്റിംഗ് ഒന്നും അല്ല കൂടിയത്, ഒരു വീഡിയോ പ്രസന്റേഷൻ നടത്തി വിഴിഞ്ഞത്തിനെ സംബന്ധിച്ചുള്ള. ആ പ്രസന്റേഷൻ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടു. അതെങ്ങനെയായി പിന്നീട് വന്നപ്പോഴേക്ക് വാർത്തയായിട്ട് വരുമ്പോഴെങ്ങനെയാണ് വിഴിഞ്ഞത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക മീറ്റിംഗിൽ ഭാര്യയും മകളും മകളുടെ മകനും പങ്കെടുത്തു. ഇത് നിയമവിരുദ്ധം. എത്ര പെട്ടെന്നാണ് ആൾക്കാരെ അത് വിശ്വസിപ്പിക്കാൻ പറ്റുന്നതെന്ന് ആലോചിക്കണം. പ്രത്യക്ഷത്തിൽ ആര് കേട്ടാലും വസ്തുതയാണ്. മുഖ്യമന്ത്രി പടമൊക്കെ ഉണ്ട്. ഈ പടം ആരാണ് ഷെയർ ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. അപ്പൊ അതാണ് പ്രശ്നം. രമേശ് ചെന്നിത്തല അതിൽ എനിക്കൊരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ക്ഷമി, അന്വേഷിച്ച് വസ്തുതാപരമായി ശരി എന്നറിഞ്ഞുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ ചിത്രം കിട്ടുന്നത് ശബരിനാഥൻ വഴിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശബരിനാഥൻ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഗ്രൂപ്പാണ്. ശബരിനാഥൻ ഈ ചിത്രങ്ങൾ എവിടുന്നാണ് കിട്ടുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ ഷമ്മിക്ക് മനസ്സിലാവും, ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു.
അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരം ചിത്രങ്ങൾ മുഖ്യമന്ത്രി അവിടെ പങ്കെടുത്ത കുടുംബം ഉൾപ്പെടെ പങ്കെടുക്കുന്നത്? അവിടെ ഒരു വീഡിയോ പ്രസന്റേഷൻ നടക്കുമ്പോൾ ആ വീഡിയോ പ്രസന്റേഷന് മാത്രം വരുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വളരെ മോശപ്പെട്ട ആക്രമണത്തിന് വിധേയമാവേണ്ട നിലയിലേക്ക് എത്തിച്ചത് ഈ ഫോട്ടോകളാണ് വഹിച്ച പങ്ക്. അതെങ്ങനെയാണ് പുറത്തു പോയത് എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണെന്നൊരു അഭിപ്രായം ഞാൻ പറയും. പക്ഷേ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ അജണ്ട ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അവർക്കൊരു വിഷയം കിട്ടിയാൽ ഉടനെ അതിലുടക്കാൻ പറ്റും മുഖ്യമന്ത്രി എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് കൂടുതൽ ചോദ്യങ്ങളുണ്ട് നമ്മളോട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ വിശദീകരിക്കാത്തത്? എന്തിനു വിശദീകരിക്കണമെന്ന്? എത്രയോ കാലമായിട്ട് ഇത് തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ പുറകെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ നടക്കുന്നത്? ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്നേ. ഇപ്പൊ കൈരളി ഒരു ഇലക്ട്രോണിക് മീഡിയ എന്നുള്ളതിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടല്ലോ. ദേശാഭിമാനി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടല്ലോ. ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്നെ പോലുള്ളവർ ഞങ്ങളാൽ ആവുന്ന വിധം ആ ഉത്തരവാദിത്വം ഭംഗിയായി തന്നെ നിർവഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിലുള്ള ജനകീയമായ മുൻകൈകളാണ് വേണ്ടതും. ഇത് ശ്രീ ജയചന്ദ്രൻ, ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കാണേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവരിപ്പോഴും ഈ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയ്ക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം നേതാക്കന്മാരായി അവർ മാറുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായ ജനകീയമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ലാതെ ഇത്തരം പെരിഫറലായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങി. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവർക്കത് ബോധ്യപ്പെട്ടില്ല. ഇത്രയും കാലം വീണ്ടും 4 വർഷം കൂടി കഴിയുമ്പോഴും അവർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യവുമില്ല. അവരിപ്പോഴും ഈ പറയുന്ന ചില മാധ്യമങ്ങളുടെ ഒരു കോക്കസിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഭരണം പിടിച്ചു തരാം എന്നുള്ള ആ മാധ്യമങ്ങളുടെ വാഗ്ദാനത്തിൽ വീണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയ തലങ്ങളിലേക്ക് ഇവർ എത്തപ്പെടുന്നത്. ഇവരുടെ ചിന്ത ആ തലത്തിലേക്ക് മാറുന്നത്. അവർ ജനകീയമായ വിഷയങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ആരോപണങ്ങൾ, അങ്ങനെയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചും ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രിയുടെ മകൾ അങ്ങോട്ട് പോയി, മുഖ്യമന്ത്രിയുടെ മകൾ ഇങ്ങോട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ, കോടതി ചോദിച്ചു എന്തെങ്കിലും ഒരു രൂപയുടെ ആനുകൂല്യം ഈ CMRLന് മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തിട്ടുണ്ടോ? തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു വ്യവസായം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു IT സ്ഥാപനം നടത്താനുള്ള അവകാശമില്ലേ? അത് ചെയ്യാൻ പാടില്ല. അതാണ് വിഷയം. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ അടിസ്ഥാനപരമായ ഒരു കൃത്യമായി ജനങ്ങളെ, മാധ്യമങ്ങളെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു തെളിവ് ഇവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഷോൺ ജോർജും അതുപോലെ കുറേ ആൾക്കാരും പറയുന്നത് കേട്ട് അതും എടുത്ത് കോടതിയിൽ പോയി. അവിടെ നിന്ന് ഹൈക്കോടതിയിൽ നിന്നും മറ്റ് വിജിലൻസ് കോടതിയിൽ നിന്നും അടക്കം ജഡ്ജിമാരുടെ ആക്ഷേപം കേട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ? അതല്ലേ വസ്തുത? അല്ല, അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായും. അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ചേർത്ത് പറയാനുള്ള ഒരു കാര്യം കൊണ്ട് ക്ഷമേ, നമ്മുടെ മാധ്യമങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവാം. ആയിക്കോട്ടെ, താല്പര്യങ്ങൾ ഉണ്ടാവാം. പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാവാം, CPIM വിരുദ്ധതയും അതിൽ പ്രത്യേകിച്ച് പിണറായി വിരുദ്ധതയും ഒക്കെ ഉണ്ടാവാം. പക്ഷേ അടിസ്ഥാനപരമായി കേരള വിരുദ്ധത എന്തിനാണ് ഇവർ കൊണ്ടു നടക്കുന്നത്? ഞാൻ ചോദിക്കാൻ കാര്യം, ഈ പിന്നെ കേരളത്തിലെ പ്രതിപക്ഷം, ഔപചാരിക പ്രതിപക്ഷമായ UDF-ഉം അനൗപചാരിക പ്രതിപക്ഷമായ BJP-യും ഒരുപോലെ പറഞ്ഞു നടക്കുന്ന ഒരു ആരോപണമാണല്ലോ കേരളത്തെ കടക്കണിയിലാക്കി മുച്ചൂട് മൂടിപ്പിച്ചു, വീണ്ടും വീണ്ടും കടമെടുക്കുകയാണ് എന്നുള്ള സ്ഥിരം വാചകങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് പ്രാഥമിക ഉത്തരവാദിത്വം എന്താണ്? ഇതിൻ്റെ അകത്തെ വസ്തുത അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം. അതായത് മിനിമം ഇത്രേ ഉള്ളൂ കാര്യം, നമുക്ക് കടമെടുക്കുന്നതിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പരിധി നിശ്ചയിക്കുന്നത് നിയമപരമായിട്ടാണ്, ഭരണഘടനാപരമായിട്ടുമാണ്. ആ പരിധിയിൽ കവിഞ്ഞ് കടമെടുക്കാനായിട്ട് റിസർവ് ബാങ്ക് അനുവദിക്കില്ല, യൂണിയൻ ഗവൺമെന്റ് അനുവദിക്കില്ല, ധനകാര്യ മന്ത്രാലയം അനുവദിക്കില്ല, അത്തരത്തിൽ നിയമപരമായ കോടതികൾ പോലും അനുവദിക്കില്ല. അത്തരത്തിലുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് അതുകൊണ്ടാണ് കേരളം മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് 3% കടമെടുപ്പ് പരിധിയുള്ളത്. ആ 3%നും കഴിഞ്ഞ തവണത്തെക്കാളും നമ്മുടെ മൊത്തം വരവ് വർദ്ധിച്ചുകൊണ്ടാണ് ഇത്തവണ നമുക്ക് 40,000 കോടി രൂപ കടമെടുക്കാൻ അനുവാദമുള്ളത് ഈ സാമ്പത്തിക വർഷം. അത് നമ്മൾ മുമ്പോട്ട് വളർന്നുകൊണ്ടാണ്. അത് കാണാതെയാണ് മാധ്യമങ്ങൾ പറയുന്നത് മുച്ചൂട് മുടിച്ചിട്ടിരിക്കുകയാണ്. ഇത് പറയണ്ടേ? ഇത് ഞാനെപ്പോഴും എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ആവർത്തിച്ച് പറയുന്ന. പക്ഷേ ഇന്ന് മനോരമ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തനത് നികുതി വരുമാനത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് ഇന്ന് പത്രമടക്കം പറയുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഗ്രാന്റ് വിഹിതത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പറഞ്ഞു പോകുമ്പോൾ പിന്നെ രാഷ്ട്രീയമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും ജയചന്ദ്രൻ. പക്ഷേ
ഈ അടിസ്ഥാനരഹിതമായ നട്ടാൽ കുരുക്കാത്ത സത്യത്തിൻ്റെ കണിക പോലുമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ആരൊക്കെയോ എഴുതി കൊടുക്കുന്നത് വാർത്ത എന്ന രീതിയിൽ കൊടുക്കുന്നത് ശരിക്കും ഒരു മാധ്യമധർമ്മത്തിൻ്റെ രീതി അല്ല എന്ന് മാത്രമല്ല, അത് ഈ സമൂഹം ഒട്ടുമേ അംഗീകരിക്കില്ല, അതവർ തിരിച്ചറിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.